Gibbs Helmholtz equations. ഏകദേശം 25 അല്ലെങ്കിൽ 22 24 Gibbs Helmholtz equations നോക്കാം നമുക്ക്. ഈ Gibbs Helmholtz equationലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഞാനൊരു ജനറൽ എന്താണ് ഒരു കാര്യം പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്യുക. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Gibbs Helmholtz equations പഠിക്കേണ്ട ആവശ്യമില്ല, മാക്സ്വെൽസ് റിലേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല, കെമിക്കൽ പൊട്ടൻഷ്യൽ പഠിക്കേണ്ട ആവശ്യമില്ല, ക്രൈറ്റീരിയ ഫോർ ഇക്വിലിബ്രിയം ആൻഡ് സ്പോണ്ടേനിറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാം ഉത്തരം കിട്ടും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നോക്കി വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് തെർമോഡൈനാമിക്സിൽ അതാ പഠിപ്പിക്കാനുള്ളത്, ഈ 4 പിന്നെ ഒരു ജൂൾ തോംസണും 3rd ലോ തീർന്നു തെർമോഡൈനാമിക്സ്. പിന്നെ വാൻ ഹൗസ് ഇക്വേഷനും വാൻ ഹൗസ് ഐസോത്തോം. ഫിസിക്സുകാർക്ക് അതില്ല, വാൻ ഹൗസ് ഐസോത്തോമും വാൻ ഹൗസ് ഇക്വേഷനും കെമിക്കൽ പൊട്ടൻഷ്യലും ഫിസിക്സുകാർക്കില്ല. ജൂൾ തോംസണും 3rd ലോ ഫിസിക്സുകാർക്കുള്ളൂ. സോ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്, നോട്ട് ചെയ്യാം. സി നമുക്ക് പ്രധാനമായും 4 എന്താണ് തെർമോഡൈനാമിക് ഫങ്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. ദാറ്റ് ഈസ് ഒന്ന് ഓഫ് കോഴ്സ് ജി, അടുത്തത് എ, ഒന്ന് എച്ച്, അടുത്തത് യു. ഓക്കെ, ഈ പറയാൻ പോകുന്ന കേസിൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യുക. നമ്മൾ മുമ്പ് പറഞ്ഞ വേറെയാണ്, ഇപ്പം ഇങ്ങനെ നോട്ട് ചെയ്യുക. G is a function of T and P. G is a function of T and P. And A is a function of T and V. A is a function of T and V. G is a function of T and P. And H is a function of S and P. H is a function of S and P. And U is a function of S and V. So GTP, ATV, HSP and USB. Clear? 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 Yes, sir. Now, in general, if you can write f is a function of x and y, by method of partial fraction we have df is equal to dou f by dou x at constant y into dx plus dou f by dou y at constant x into dy. ഇത് ഞാൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Agreed? Agreed? Yes. അങ്ങനെ ആകുമ്പോൾ കണ്ണുപൂട്ടി നിങ്ങൾക്ക് എന്ത് എഴുതാം? കണ്ണുപൂട്ടി നിങ്ങൾക്ക് എഴുതാം dg is equal to dou g by dou t at constant p into dt plus dou g by dou p at constant t into dp. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല സർ. Now dA is equal to dou a by dou t at constant v into dt plus dou a by dou v at constant t into dv. ചോദിക്കേണ്ട കാര്യമില്ലല്ലോ കുഴപ്പമുണ്ടോയെന്ന്. ഓക്കെ, സിമിലർലി യു ക്യാൻ റൈറ്റ് dh is equal to dou h by dou s at constant p into ds plus dou h by dou p at constant s into dp. Similarly, du is equal to dou u by dou s at constant v into ds plus dou u by dou v at constant s into dv. ഓക്കെ, ഇത് 4 നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 4 ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആകെ എന്തുമാത്രം അറിഞ്ഞാൽ മതി. യു ജസ്റ്റ് നീഡ് ടു നോ, യു ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് G is a function of T and P, A is a function of T and V, H is function of S and P, and U is function of S and V. ഇത് മനസ്സിലുണ്ടായാൽ മതി, വെറുതെ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ എഴുതിയാൽ ഓക്കെ ഒരു 4 ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷനും ഒരു 8 മാക്സ്വെൽസ് റിലേഷനും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പം എഴുതി വെച്ച സാധനമില്ലേ, നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ 4 ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻസ് ഉണ്ട്, 4 എഴുതിയതിൽ. ഓക്കെ, നമുക്കത് അടർത്തി മാറ്റി എടുക്കണം. 8 മാക്സ്വെൽസ് റിലേഷൻ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിക്കേണ്ടതല്ലേ നിങ്ങൾ പറഞ്ഞേ.
അപ്പോൾ ഈ ഗിബ്സ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷനും മാക്സ്വെൽസ് ഇക്വേഷനും നിങ്ങൾ പഠിക്കണ്ട. അതാണെന്നോ ഇങ്ങനെയാണെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. കണ്ണും പൂട്ടി എഴുതാൻ പറ്റും, വെറുതെ എഴുതാൻ പറ്റും. സോ ഇനി ഇത് കൂടാണ്ട് തെർമോഡൈനാമിക്കലി നമുക്കൊരു കാര്യം പറയാം. തെർമോഡൈനാമിക്കലി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് നമുക്ക് നോക്കാം. ഈ dg, dA, dH, du നോക്കാം. വാട്ട് ഈസ് du? തെർമോഡൈനാമിക്കലി വാട്ട് ഈസ് du? du ഫസ്റ്റ് ലോ പ്രകാരം എഴുതുകയാണെങ്കിൽ dq is equal to du plus pdv. This is എന്താണ് du, sorry dq. Now dq is tds, so du is tds, so dq is tds. ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ tds is equal to du plus pdv, or what is du? tds minus pdv. Agreed? tds minus pdv. Agreed? Yes, sir. Okay, so ഞാനിവിടെ എഴുതുന്നു തെർമോഡൈനാമിക്കലി. മറ്റേത് നമ്മൾ വേറൊരു മാത്തമെറ്റിക്കലി പറയാണ്. ഇനി തെർമോഡൈനാമിക്കലി നമുക്കറിയുന്ന കാര്യം ഇതാണ്. du is equal to tds minus pdv. Similarly, what is dh? dh എന്തായിരിക്കും? dh, let's see. തെർമോഡൈനാമിക്കലി തന്നെ നമുക്ക് നോക്കാം. We have dh is equal to du plus pdv plus vdp. അല്ലേ? pdv plus vdp. സംശയമുണ്ടോ? ഇതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? dh is du plus pdv plus vdp. Now du plus pdv is dq. ഫസ്റ്റ് ലോ. കുഴപ്പമുണ്ടോ? Now what is dq? So what is dh? tds plus vdp. കുഴപ്പമുണ്ടോ? Yes, sir. Okay, so dh is tds plus vdp. Similarly, what is dg? നോക്കാം. ഇതുപോലെ തന്നെ തെർമോഡൈനാമിക്കലി നമുക്ക് നോക്കാം. വാട്ട് ഇസ് dg? ഗിബ്സ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം dg is equal to dh minus tds minus sdt. Agreed? dh minus tds minus sdt. Okay, dg is equal to dh minus tds minus sdt. Okay ആണോ? Okay, now what is dh? dh is tds plus vdp. Okay, അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ അടുത്തത് എന്താ? മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. അപ്പോൾ എന്താവും? ടി ഡി എസും മൈനസ് ടി ഡി എസും പോവും. അപ്പോൾ എന്താ കിട്ടുക? വി ഡി പി മൈനസ് എസ് ഡി ടി അല്ലേ? ദാറ്റ് ഈസ് ഡി ജി is equal to വി ഡി പി മൈനസ് എസ് ഡി ടി. സിമിലർലി വാട്ട് ഈസ് ഡി എ? dA you get minus pdv minus sdt. ഇതുപോലെ നോക്കി എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും dA is minus pdv minus sdt. എങ്ങനെയാ അത് കിട്ടുക? വെറുതെ നമുക്ക് നോക്കാം. മൈനസ് dA is equal to എന്താണ്? du minus tds minus sdt. ഇങ്ങനെയല്ലേ കിട്ടുക? Because A is equal to U minus TS. So dA is du minus TDS minus SDT. Agreed? Yes, sir. Okay, now what is du? It is
TdS minus PdV. ഓർമ്മയുണ്ടാവില്ല. ഇതാ ഇങ്ങോട്ട് നോക്ക്. What is du? What is du? TdS minus PdV. TdS minus PdV. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല സർ. TdS minus PdV മൈനസ് ബാക്കിയുള്ള ടേംസും കൂടി എഴുതുമ്പോൾ മൈനസ് TdS minus SDT. സോ TdSും പോയി. സോ വാട്ട് ഈസ് ലെഫ്റ്റ്? minus PdV minus SDT. So what is dA? It is minus PdV minus SDT. Clear? Okay, that is minus PdV minus SDT. That is ഈ 4 എണ്ണം ഞാൻ എഴുതുകയാണെങ്കിൽ 4 എണ്ണം എഴുതുകയാണെങ്കിൽ എന്താ എനിക്ക് കിട്ടുന്നത്? du is equal to TdS minus PdV. 4 എണ്ണം ഞാൻ എഴുതുകയാണ്, എനിക്ക് എന്താ കിട്ടുക? du is equal to കിട്ടുന്നു, dH is equal to കിട്ടുന്നു, dG is equal to കിട്ടുന്നു, dA is equal to കിട്ടുന്നു. കിട്ടിയല്ലോ? നോക്ക് നിങ്ങൾ, ഞാൻ എത്ര സമയം എടുത്തത് പറയാൻ? ഞാൻ എത്ര സമയം എടുത്തത് എഴുതാൻ? ഓക്കെ, നിങ്ങൾക്ക് എത്ര സമയം വേണം ഇത് പഠിക്കാൻ? നിങ്ങൾക്ക് എത്ര സമയം വേണം ഇത് പഠിക്കാൻ? ഞാൻ എത്ര സമയം എടുത്തു ഇത് പറയാൻ? നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാവോ? ഓർമ്മയുണ്ടാവോടോ? ബിറ്റ് ഡിഫിക്കൾട്ട് അല്ലേ? യുനോ, ഈ സമയം മതി ഇതൊക്കെ എഴുതാൻ. എനിക്കല്ല, നിങ്ങൾക്ക്. ഈ സമയം കൊണ്ട് നിങ്ങൾ ഓരോന്ന് ഉത്തരം പറയും. ഈ സമയം ഇങ്ങനെ ഈ സമയം വേണ്ടു. അതിന് നമ്മൾ മൊത്തത്തിലേ ഇതിനെ നമ്മൾ തെർമോഡൈനാമിക്സ് അങ്ങ് വിടുക. നമ്മുടെ ഒരു ലോജിക്ക് മാത്തമെറ്റിക്സ് ഒരു ധാരണ, ഇത് ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് ശരിയാക്കി എടുക്കുക. പിന്നെ ഇതൊന്നും ഒന്നുമല്ല, നത്തിങ് ഡൂയിങ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഞാനിത് ജനറലി ഞാനിപ്പോൾ പറഞ്ഞ തെർമോഡൈനാമിക്സ് ആണ്, ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് തെർമോഡൈനാമിക്സാണ്. തെർമോഡൈനാമിക്കലിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് ശൂന്യതയിൽ നിന്ന് നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ പോവാം. നമുക്കൊന്നും ആവശ്യമില്ല. നമ്മളൊരു കോമൺ സെൻസും മാത്തമെറ്റിക്സും ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷനൊക്കെ എഴുതി വെക്കും. എങ്ങനെ എഴുതി നോക്കോളെ. ആദ്യം ഞാനൊരു പ്ലോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. പ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ സീംസ് ടു ബി കറക്റ്റ് ബട്ട് ആക്ച്വലി നോട്ട്. ഓക്കെ, അതായത് വെറുതെ ഒരു തെർമോഡൈനാമിക്സ് ഒന്നുമല്ല, തെർമോഡൈനാമിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നുമല്ല, ഞാൻ വെറുതെ പറയാണ്. സി, നമുക്ക് PV is energy term, TS is again energy term. PV എനർജിയാണ്, TS എനർജിയാണ്. TS എനർജിയാണ്. അപ്പോൾ ഈ PV ആയി ബന്ധപ്പെട്ട് എനിക്ക് 2 D വെച്ച് എഴുതുകയാണ്, 2 ടേം എഴുതാം. ദാറ്റ് ഈസ് PdV എന്നുള്ള ടേം എഴുതാം, VdP എന്നുള്ള ടേം എഴുതാം. PV എന്നതിനെ D വെച്ച് സംസാരിക്കുകയാണെങ്കിൽ PdV എന്ന് എഴുതാം, VdP എന്ന് എഴുതാം. സിമിലർലി TSനെ എനിക്ക് എന്ത് ചെയ്യാം? TSനെ എനിക്ക് TdS എന്നും എഴുതാം, SDT എന്നും എഴുതാം. Agreed? We have PV and we have TS. So using PV you can write PdV and VdP. Using TS you can write SDT and TdS. Agreed? ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഹീറ്റും ഒന്ന് വർക്കും. തെർമോഡൈനാമിക്സ് ഈസ് ഓൾ അബൌട്ട് ഹീറ്റ് ആൻഡ് വർക്ക്, ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. വാട്ട് ഈസ് PdV? ഇറ്റ് ഈസ് വർക്ക്. What is dq? It is TdS. Or what is TdS? ഓക്കെ, എന്ന് പറയുമ്പോൾ ഹീറ്റും വർക്കും അല്ലേ നിങ്ങൾക്ക് അറിയുന്ന കാര്യം? ഹീറ്റും വർക്കും അല്ലേ നിങ്ങൾക്ക് അറിയുന്നത്? അല്ലേ? What is work? Work is minus PdV. What is heat?
It is TDS. Okay, so work minus PdV, heat TDS. Okay ആണോ? ഓക്കെ ആണോ? ഇതിൽ നോക്കിക്കോളൂ, ഇതിൻ്റെ ഇനി പറയാൻ പോകുന്ന പ്രത്യേകത, പി വിക്ക് 2 ടേം, ടി എസിന് 2 ടേം. ആ 2 ടേമിൻ്റെ പ്രത്യേകത, ഒരു ടേം പോസിറ്റീവ്, ഒരു ടേം നെഗറ്റീവ്. പി വിയിലെ 2 ടേം പി ഡി വി, വി ഡി പി, അതിലൊന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവാണ്. ടി എസിൻ്റെ 2 ടേം എസ് ടി ടി, ടി ഡി എസ്, അതിലൊന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവാണ്. ഇതിൽ ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, ഇത് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ ഏതാ പി വിൻ്റെ ഏതാ പോസിറ്റീവ്, ഏതാ നെഗറ്റീവ്? നമുക്ക് പി വിനെ പരിചയം എങ്ങനെയാണ്? യു നോ ഇറ്റ് ആസ് പി ഡി വി ഓർ ദിസ് ഇസ് എന്താണ് ഫെമിലിയർ ടു യു, വർക്ക് ഈസ് മൈനസ് പി ഡി വി. അപ്പോൾ ഇതിൻ്റെ പി വിൻ്റെ പോസിറ്റീവ് ടേം ഏതാ? പി വിൻ്റെ പോസിറ്റീവ് ടേം ഏതാ? വി ഡി പി. നെഗറ്റീവ് ടേം ഏതാ? മൈനസ് പി ഡി വി. അപ്പോൾ പി ഡി പി, വി ഡി പി, പി ഡി വി ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ പി ഡി വി മൈനസ് പി ഡി വി ആയിട്ട് വരും, വി ഡി പി എന്തായിട്ടും വരും? പ്ലസ് വി ഡി പി ആയിട്ടും വരും. സിമിലർലി ടി എസിൻ്റെ 2 ടേമിൽ ഒരു പ്ലസ് ഒരു മൈനസ് ഉണ്ട്. ഇതിൽ ഏതാ പ്ലസ്, ഏതാ മൈനസ്? നിങ്ങൾക്ക് പരിചയമുള്ള ആരെയാ? ഹീറ്റ്. അതെന്താണ്? ടി ഡി എസ്. അപ്പോൾ എസ് ടി ടിൻ്റെ അവസ്ഥ എന്താ? മൈനസ് എസ് ഡി ടി ആയിരിക്കും. ഓക്കെ, മൈനസ് എസ് ഡി ടി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ പി വിയും ടി എസുമായി ബന്ധപ്പെട്ട് 4 ടേം പറയാം. അതിലേതൊക്കെയാണ് ഈ 4 ടേം? പി വിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന 4 ടേം മൈനസ് പി ഡി വി ആൻഡ് വി ഡി പി. ടി എസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ടേം എന്തൊക്കെയാ? ടി എസുമായി ബന്ധപ്പെട്ട് പറയുന്ന ടേം ആൻഡ് ടി ഡി എസ്. ഇത് മനസ്സിലായോ? ഇതൊന്നും തെർമോഡൈനാമിക്സ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞത് തെർമോഡൈനാമിക്സ് അല്ല. തെർമോഡൈനാമിക്സും കെമിസ്ട്രിയും ഒന്നും അല്ല പറയുന്നത്. നമ്മളൊരു അനാലിസിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ടേം നമുക്ക് പരിചയമായല്ലോ, മൈനസ് പി ഡി വി, വി ഡി പി എസ്. അതും സംഗതി മനസ്സിലായില്ലേ? ഇനി നോക്കിക്കോളെ നിങ്ങൾ. ഇനി അടുത്ത മാത്തമെറ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ലോജിക്ക് നോക്കിക്കോളെ. സി, if z is a function of x and y, if z is a function of x and y and z is an exact differential, z is an exact differential, you can written dz as m dx plus or minus n dy. Agreed? Euler's theorem. Okay, z ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആണ് ഇൻ എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? z can be, dz can be written as dz is equal to, ഇതും എന്തിനാ പ്ലസ് ഓർ മൈനസ് ആണേ, എം പ്ലസ് ഓർ മൈനസ് ആവാം, എന്നും പ്ലസ് എം എൻ ആർ കോൺസ്റ്റൻസ്. സോ പ്ലസ് ഓർ മൈനസ് എം ഡി എക്സ് ഓർ എം ഡി എക്സ് പ്ലസ് ഓർ മൈനസ് എം ഡി എക്സ് പ്ലസ് ഓർ മൈനസ് എൻ ഡി വൈ. Agreed? If z is an exact differential or z is a state function in x and y, then you can return dz as plus or minus m dx plus or minus n dy. Agreed? സമ്മതിച്ചു? ഇത് മാത്തമാറ്റിക്സ് ആണ്. സമ്മതിച്ചോ? ആ ലോജിക്കാണ് പിടികിട്ടേണ്ടത്. ഇത് സമ്മതിച്ചല്ലോ. z is a function of x and y, z is an exact differential or state function, then dz can be written as dz is equal to plus or minus m dx plus or minus n dy. അത് പ്ലസും മൈനസും ആവാം, മറ്റൊരു പ്ലസും മൈനസും ഒക്കെ ആവാം. നൗ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പകുതി മുക്കാൽ പിടികിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു 20% പിടികിട്ടിയിട്ടുണ്ടാവും. ബാക്കി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ 100% നമുക്ക് പിടികിട്ടും. സി, നമുക്ക് തെർമോഡൈനാമിക്സിൽ ഹീറ്റും വർക്കും ഒഴികെ ബാക്കിയൊക്കെ എന്താ? ബാക്കിയെല്ലാം എന്താണ്? എല്ലാം സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സി ജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടി ആൻഡ് പി. ഇഫ് യു ടോക്ക് അബൌട്ട് എ, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആൻഡ് വി. ആൻഡ് ഇഫ് യു ടോക്ക് അബൌട്ട് എച്ച്, it is function of s and p. If
If you talk about u, it is function of s and v. അങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് പ്രകാരം വാട്ട് ഈസ് ഡി ജി? സെഡ് ഈസ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഡി സെഡ് ഇസ് ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഡി വൈ അല്ലേ? അപ്പോൾ ഇതെന്താണെന്നും ഇവിടെയുള്ള എന്നും എമ്മും എന്നും എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ സെഡ് ഈസ് ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണോ? എക്സ് ആൻഡ് വൈൻ്റെ ഫങ്ഷൻ ആണെങ്കിൽ എന്തുണ്ടാവും? x is a variable, y is a variable, so something into dx plus or minus something into dy. ആ ലോജിക്ക് ഇവിടെ കിട്ടിയോ? സംതിങ് ഇൻറ്റു ഡി എക്സ് സംതിങ് ഇൻറ്റു ഡി വൈ. See, z is a function of x and y means dz is equal to something into dx plus or minus something into dy. അങ്ങനെയാണെങ്കിൽ can you say what is dg? G is a function of, see, G is a function of. അപ്പോൾ ഡി ജിനെ എനിക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് ഡി ജി എന്തായിരിക്കും? സംതിങ് ഇൻറ്റു ഡി ടി പ്ലസ് ഓർ മൈനസ് എന്താണ് പ്ലസ് ഓർ മൈനസ് സംതിങ് ഇൻറ്റു ഡി പി. ഇനി സംതിങ് എന്താന്ന് പിടി കിട്ടിയോ? ഏതാ ടേം? ഏതാ നിങ്ങൾക്കറിയുന്ന ടേം ഏതാടോ? വി ഡി പി ടി ഡി എസ് മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. ഇതല്ലേ നമുക്കറിയുന്ന ടേം? പി ഡി വി മൈനസ് പി ഡി വി, വി ഡി പി മൈനസ് എസ് ഡി ടി, ടി ഡി എസ്. ഈ 4 ടേമിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ? ഈ 4 പരിചയപ്പെട്ട് കഴിഞ്ഞില്ലേ? സോ ഡി ടിൻ്റെ കൂടെ വരുന്നത് ആരായിരിക്കും? ഡി ടിൻ്റെ കൂടെ വരുന്ന ആരാ? So it is minus s. dp ന്റെ കൂടെ വരുന്ന ആരാ? plus v. So what is dg? vdp minus sdt. Okay, now അതുപോലെ എനിക്ക് ഡി എ എഴുതണം. അപ്പം എൻ്റെ മനസ്സിൽ എന്ത് മാത്രം മതി? a is a function of t and v എന്ന് പോരെ? ഇത് മാത്രം പോരെ എൻ്റെ മനസ്സിൽ? സോ എ ഇസ് എ ഫംഗ്ഷൻ എന്താ? വാട്ട് ഇസ് ഡി എ? അപ്പോൾ വേരിയബിൾ ടിയും വി ആ വരും. അപ്പോൾ ഡി ടി വരും, ഡി വി വരും. അപ്പോൾ ഡി ടീൻ്റെ കൂടെ ആരാ വരിക? ഇത് ആദ്യം പറയുമ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതി പിന്നെ ആരാന്നൊക്കെ ചോദിക്കുക. ഒരു 3-4 പ്രാവശ്യം ആകുമ്പോഴേക്കേ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് പറയും. എ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വി. ടി ടി ഡി ടി ഡി ടി ഡി ടിൻ്റെ കൂടെ സോ എന്താണ്? മൈനസ് എസ് ഡി ടി. ഇതൊരു 5 പ്രാവശ്യം പറഞ്ഞാലേ പിന്നെ നിങ്ങൾ ഡി ടിൻ്റെ കൂടെ ആരാ എന്നൊന്നും ചോദിക്കൂല. മനസ്സിലായോ? വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്ന് തുടക്കത്തിൽ പറയും. പിന്നെ നിങ്ങൾ വാട്ട് ഈസ് യുവർ നെയിം എന്നാണോ ചോദിക്കുക? എൻ്റെ പേരെന്താ എന്നല്ല ചോദിക്കുക, അല്ലെ പേരെന്താ ഇങ്ങനെ ചോദിക്കുക. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചോദിക്കും ഡി ടിൻ്റെ കൂടെ ആരാ, ഡി ടിൻ്റെ കൂടെ ആരാ. ഇനി ഡി ടിൻ്റെ കൂടെ ആരാന്ന് ചോദ്യമൊന്നുമില്ല. ഡി ടി വരുമ്പോൾ മൈനസ് എസ് ഡി ടി ജനിക്കുമ്പോൾ തന്നെ മൈനസ് എസ് ഡി ടി താങ്കൾ പറയാം. സോ എ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വി. സോ ഡി വി. സോ വാട്ട് ഇസ് ദ ടേം? ഡി വി എന്താണ് ടേം? സോ ഇറ്റ് ഈസ് മൈനസ് പി ഡി വി. നൗ കംസ് ഡി എച്ച്. എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് പി. സോ എസ് ds. So what is the term? dx. S and p dp. So what is the term? vdp plus vdp. Similarly, what is du? U is a function of s and v. So s ds. What is the term? dds. V dv. What is the term? minus pdv. ഓക്കെ, ഇപ്പം നിങ്ങൾ എത്ര സമയം എടുത്തു? അല്ലെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ക്ലാരിറ്റിയും ഇപ്പം നിങ്ങളെടുത്ത സമയം ഇപ്പോൾ കിട്ടുന്ന ക്ലാരിറ്റിയും അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ ഒരു പകുതിയായി കുറഞ്ഞില്ലേ ഇത്? ഓക്കെ, ഇത് നിങ്ങളിനി ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ ഇതിൻ്റെ എഫേർട്ട് പകുതിയായി കുറയും. നിങ്ങൾ 2 പ്രാവശ്യം എഴുതുമ്പോഴേ ഇതിൻ്റെ എഫേർട്ട് ഇപ്പോൾ എടുത്തതിൻ്റെ പകുതിയാവും. വീണ്ടും ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്താൽ അതിൻ്റെയും പകുതിയാവും. വീണ്ടും ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്താൽ അതിൻ്റെയും പകുതിയാവും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ സമയത്തിൽ നിങ്ങൾ പറയും ഇതാണ്
ഇതാണ്. ഇതിന് പ്രത്യേകം എന്താ അറിയോ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. ആകെ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് G is a function of T and P, A is a function of T and V, H is a function of S and P, and U is a function of S and V. You just keep that in mind. എന്തും പറയാൻ പറ്റും. ഇനി ലോജിക്കുള്ള ആൾക്ക്, സമയവും ബോധവും ലോജിക്കൊക്കെ ഉള്ള ആൾക്ക് വേറെ കാര്യം പറയാം. എന്താണെന്നറിയോ, ഞാനിവിടെ മാറ്റി എഴുതരാം. സി ഡി ജി, യു ഗോട്ട് ഡി ജി എസ് വി ഡി പി മൈനസ് എസ് ഡി ടി, because G is a function of T and P, S dt, V dp. ഇനി തിരിച്ചിട്ടോ, by method of partial fraction, dg is equal to dou g by dou p at constant t into dp plus dou g by dou t at constant p into dt. കിട്ടിയില്ലേ? യൂസിങ് ഇത് രണ്ടും സെയിം അല്ലേ, ഡി ജി ഡി ജി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? What is the inference from this? Something into dp, something into dp means ആ v എന്താണ്? ആ v എന്തായിരിക്കും? ആ v എന്തായിരിക്കടോ? ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടി ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള സംതിങ് ഇൻറ്റു ഡി ടി, ഇവിടെയും സംതിങ് ഇൻറ്റു ഡി ടി. അപ്പോൾ സംതിങ് എന്താണ്? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി എന്താ? ഇറ്റ് ഈസ് മൈനസ് എസ്. ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടി എന്താ? ഇറ്റ് ഈസ് വി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജസ്റ്റ് ക്ലിയർ. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതൊക്കെ ഈ സമയം കൊണ്ട് വേറെ ടെക്നിക്ക് ഉണ്ട്, ഞാൻ വേറെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ട് പറയും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായോ? ഇത് എക്സാം ചോദിക്കും. ഇത് മനസ്സിലായോ? അപ്പോൾ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് രണ്ട് റിലേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഒരു ഇക്വേഷൻ്റെ അകത്ത് രണ്ട് റിലേഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ എത്ര ഇക്വേഷൻ ഉണ്ട്? ഡി ജി, ഡി എ, ഡി എച്ച്, ഡി യു, 4 ഇക്വേഷൻ ഇല്ലേ? അപ്പോൾ എല്ലാത്തിനും 2 കിട്ടിയാൽ എത്ര എണ്ണമായി? 8 ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, നോക്കാം നമുക്ക്. ഇതിൻ്റെ ഷോർട്ട് കട്ട് അതർവൈസ് പറഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നറിയാം. ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നതിനാ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, സി ഡി ജി is equal to വി ഡി പി മൈനസ് എസ് ഡി ടി അറ്റ് കോൺസ്റ്റന്റ് ടി എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? ഡി ജി ടി is equal to വി ഡി പി എന്ന് കിട്ടൂലേ? അറ്റ് കോൺസ്റ്റന്റ് ടി കിട്ടിയില്ലേ? ഇനി ഡി പിന് ഇപ്പുറം കൂട്ടിക്കോ, what you get? Dou g by dou p at constant t is equal to v. ഇതല്ലേ നമ്മൾ നേരത്തെ ആ മഞ്ഞയിൽ കാണിച്ചെന്ന സാധനത. v is equal to dou g by dou p at constant t എന്നല്ലേ? സി v is equal to dou g by dou p at constant t എന്നാ. ഇതിലും എളുപ്പത്തിൽ ഉത്തരം പറയാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, നൗ അറ്റ് കോൺസ്റ്റന്റ് ടി പറഞ്ഞതിന് പകരം ഇതിലേക്ക് ഞാൻ അറ്റ് കോൺസ്റ്റന്റ് പി എന്ന് പറഞ്ഞാലോ? അറ്റ് കോൺസ്റ്റന്റ് പി ഡി ജി പി അറ്റ് കോൺസ്റ്റന്റ് പി പറഞ്ഞാലോ? ഡി ജി അറ്റ് കോൺസ്റ്റന്റ് പി എന്തായിരിക്കോടോ? മൈനസ് എസ് ഡി ടി ആയിരിക്കൂലേ? ഡി ടിന് ഇപ്പുറം കൂട്ടിയാലോ? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി ഈസ് ഈക്വൽ ടു ഡി ടിന് ഇപ്പുറം കൂട്ടുമ്പോൾ ഡി ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പി അല്ലേ? അപ്പം അറ്റ് കോൺസ്റ്റന്റ് പി എടുത്താൽ പിന്നെ ഡി എന്ന് പറയുന്നത് എന്ത് പറയണോ? ഡോ എന്ന് പറയണം. അതുകൊണ്ടാണ് ഡോ ജി ബൈ ഡോ ടി ആയത്. അപ്പോൾ ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി മൈനസ് എസ് അല്ലേ? സി വാട്ട് ഇസ് ദിസ്? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി അല്ലേ മൈനസ് എസ് എന്ന് കിട്ടിയത് അല്ലേ? ഇനി ഇതിൻ്റെ അടുത്ത ഇനി ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ ഷോർട്ട് കട്ട് ആക്കുന്ന എങ്ങനെ അറിയോ? ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഷോർട്ട് കട്ട് ആക്കാൻ പോകുന്നത് നോക്കിക്കോളെ. സി നമുക്ക് ആദ്യം ഞാനൊരു അനാലിസിസ് പറയാം, എന്നിട്ട് ഷോർട്ട് കട്ടിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ, ഡി ജി is equal to വി ഡി പി മൈനസ് എസ് ഡി ടി എന്നല്ലേ? ജി is a function of ടി ആൻഡ് പി. അതുകൊണ്ടാണല്ലോ നമുക്കിത് എഴുതിയത്. അപ്പം ഞാൻ അറ്റ് കോൺസ്റ്റന്റ് ടി എന്ന് പറയില്ല, ഇനി എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? കോൺസ്റ്റന്റ് ടി എന്ന് പറയാൻ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? പീൻ്റെ ടൈമിലേ ബാക്കി ഉണ്ടാവുള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് ടി എന്ന് പറയാൻ എന്തേ ബാക്കിയുള്ളൂ?
അറ്റ് കോൺസ്റ്റൻറ്റ് ഇപ്പോൾ പിയും ടി ആണ് വേരിയബിൾ. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തേ ബാക്കിയുള്ളൂ? ഈ ടേമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടിയിൽ, അതായത് ശ്രദ്ധിച്ചോളെ, എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്താൽ, ഡോ എഫ് ബൈ ഡോ എക്സ് എപ്പോഴാണ് ചെയ്യുക? അറ്റ് കോൺസ്റ്റൻറ്റ് വൈ അല്ലേ ചെയ്യുക? ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? എക്സിൻ്റെ കൂടെയുള്ള ആളാണ് ഉത്തരം. ബിക്കോസ് ദാറ്റ് ഈസ്, ഇതെന്താണ് ശ്രദ്ധിച്ചോളെ, ദിസ് ഈസ് ഡി എഫ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആണ്. ഡി എഫ് ഈസ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ആ. അപ്പം ഞാൻ അറ്റ് കോൺസ്റ്റൻറ്റ് വൈ എന്നെടുത്താൽ ഈ ടേം പോയി. അപ്പം ഡി എഫ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് ആ. അപ്പം ഞാൻ ഡി എക്സിന് ഇപ്പുറം കൂട്ടിയാൽ ഉത്തരം എന്താ? ഉത്തരം എന്താ? ഡി എക്സിൻ്റെ കൂടെയുള്ള ആളല്ലേ? ഡി എക്സിൻ്റെ കൂടെയുള്ള ആളല്ലേ? അപ്പം എന്താ സ്ഥിതി? അപ്പം എന്താ സ്ഥിതി? ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താ? ഡി എക്സിൻ്റെ കൂടെയുള്ള ആളല്ലേ ഉത്തരം? അപ്പം ഞാൻ ഡോ എഫ് ബൈ സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് എടുത്താൽ ഉത്തരം എന്താ? അല്ലേ? അപ്പൊ ചോദ്യം നോക്കിക്കോ, ഇത് മനസ്സിലായ ആൾക്ക് 8 ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇപ്പോൾ 8 ചോദ്യവും ഉത്തരവും. ബിക്കോസ് വി ഹാവ് G is a function of T and P, A is a function of T and V, H is a function of S and P, and U is a function of S and V. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും നോക്കിക്കോ, ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. സി F is a function of X and Y, F is a function of X and Y. അപ്പോൾ ചോദ്യം എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. അടുത്ത ചോദ്യം ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ്. അപ്പോൾ G is a function of T and P. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? G is a function of T and P. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ യെസ്, ക്വസ്റ്റ്യൻ എന്തായി? അപ്പോൾ ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി. ഡി ടിന്റെ കൂടെ ആരാ? ഡി ടിന്റെ കൂടെ ആരാ? യെസ്. അപ്പോൾ ഇതിനൊക്കെ എന്നെ സഹായിക്കുന്ന ഒരേ ഒരു പോയിന്റ് ഇത് മാത്രമാണ്. G is a function of T and P, A is a function of T and V, H is a function of S and P, and U is a function of S and V. നോക്കോ, ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന അറിയാം? അത് എങ്ങനെ എടുത്താൽ മതി എന്നറിയടോ? ബൈ സി ഡോ എഫ് ബൈ ഡോ എക്സ്. ഈ ഡോ എക്സിൻ്റെ കൂടെയുള്ളല്ലേ ഉത്തരം? ഡോ എഫ് ബൈ ഡോ വൈ, ഡോ വൈൻ്റെ കൂടെയുള്ളല്ലേ ഉത്തരം? അപ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എഫ് എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ഡോ എക്സ് ഉത്തരം എപ്പോഴും സെയിമാണ്. അപ്പോൾ എനിക്കത് പെയർ ചെയ്യണമെങ്കിൽ എന്തെടുത്താൽ മതി? ഏതൊക്കെയായിരിക്കും പെയറാവുക? G is a function of T and P, A is a function of T and V. അപ്പോൾ ഡോ എ ബൈ ഡോ ടി, ഡോ ജി ബൈ ഡോ ടിയും ഡോ എ ബൈ ഡോ ടിയും ഉത്തരം എന്തായിരിക്കും? ഡോ ജി ബൈ ഡോ ടീന് ഉത്തരവും ഡോ എ ബൈ ഡോ ടീന് ഉത്തരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഡോ ജി ബൈ ഡോ പി അതിൻ്റെ ഉത്തരം എന്തിന് സെയിം ആയിരിക്കും? പി വരുന്നേ ഡോ എച്ച് ബൈ ഡോ പിക്ക് സെയിം ആയിരിക്കും. ഇനി പിന്റെ കൂടെ അടുത്ത എച്ച് എസ് അല്ലേ? അപ്പോൾ ഡോ എച്ച് ബൈ ഡോ എസിൻ്റെ ഉത്തരം എന്തിന് സെയിം ആയിരിക്കും? ഡോ യു ബൈ ഡോ എസിന് സെയിം ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ എന്താ? ഡോ യു ബൈ ഡോ വി, ഡോ യു ബൈ ഡോ വിന് ഉത്തരം എന്തിന് സെയിം ആയിരിക്കും? ഡോ യു ബൈ ഡോ വിന് ഡോ എ ബൈ ഡോ വി. അപ്പോൾ എല്ലാം ഡോ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് വരും. സോ കണ്ടില്ലേ? അപ്പോൾ ഇത് കണ്ടോ? ഇതിൽ എന്തുണ്ട്? ഞാൻ ഇപ്പോൾ പറഞ്ഞ 8ഉം 4 പെയറും ഒക്കെ എവിടെയുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊത്തം ഇക്വേഷൻസ് എവിടെയുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഇക്വേഷനും എവിടെയുണ്ടോ? കണ്ടില്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം എവിടെയുണ്ട്? ഇതിലുണ്ട്. അപ്പം ഇതും ഈ സെൻസും ഉള്ളൊരാൾ ഇതൊക്കെ പഠിക്കണോ? വേണോ? ചുമ്മാ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെറുതെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കൂലേ? അതുപോലെ പാട്ടൊക്കെ പാടുന്ന പോലെ ഇങ്ങനെ പാടാം. G is a function of T and P ആയതിനാൽ
dou g by dou t at constant p is equal to dou g by dou t dt minus s dt. So dou g by dou t is minus s. ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാം. ക്ലിയർ? Yes, sir. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇത് ഞാൻ ഇവിടെ നിർത്താം.